ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം അകലത്തിലായി ഒരു വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 500 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം. 4 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഭംഗിയുള്ള ഒരു വീട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും വീടിൻ്റെ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയ ഡിസൈൻ വർക്കുകൾ കാണാം. അവിടെ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. അത് കണ്ടംപററി ഡിസൈൻ്റെ ഭാഗമാണ്. അവിടെ വരുന്നത് ടെക്സ്ചർ പെയിൻ്റാണ്, സിമൻറ്റ് ടെക്സ്ചർ വർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിലായിട്ടൊരു വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ് ഇട്ടുകൊണ്ട് തന്നെ ആ കണ്ടംപററി ഡിസൈൻ്റെ എലമെൻറ്റുകൾ അവിടെ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ മുകളിലായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റേണും കൊടുത്തിരിക്കുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ എലിവേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെയാണ് വീടിൻ്റെ മതിൽ വരുന്നത്. കണ്ടംപററി ഡിസൈനിൻ്റെ ആ എലമെൻറ്റുകൾ വരുന്ന രീതിയിലുള്ള മതിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ട്യൂബ് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഗേറ്റ് വരുന്നത്. GI ഷീറ്റും സ്ക്വയർ ട്യൂബും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പെഡസ്റ്റൽ ഗേറ്റും നൽകിയിരിക്കുന്നത്. 2 വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് മുറ്റം. ഇവിടെ വാട്ടർ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു വാഹനം പാർക്ക് ചെയ്യാം. ഇവിടെ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മെറ്റൽ ചിപ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് നോക്കാം. വലിയ നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഒരു 3 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള സിറ്റ് ഔട്ട്. ഗ്രാനൈറ്റാണ് ബ്ലാക്ക് കളറിലുള്ള സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ പില്ലറിൽ ആ സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയുള്ള ഒരു സിമെൻറ്റ് ടെക്സ്ചർ. ഇവിടെ ഒരു 2 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ്. മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണി വുഡിലാണ്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിൽ ആ മോഡേൺ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ കട്ടിളകൾ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം പാനലിംഗ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് പോകാം. മെയിൻ ഡോർ തുറന്ന് വരുന്നത് ഈ കാണുന്ന ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ലിവിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു 3 പാളി ജനലാണ് വരുന്നത്. അവിടെ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ 2 പാളി ജനൽ കണ്ടിരുന്നു. ഇതാണ് TV യൂണിറ്റ്. ഇവിടെ വാൾപേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു വാൾപേപ്പർ. മുകളിൽ ഒരു ലഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യൂരിയോ സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ TV യൂണിറ്റ് തന്നെയാണ്. സിമ്പിൾ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നത് കാണാം. സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കോവ് ലൈറ്റിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുമുണ്ട്. ലിവിങ് സ്പേസിനേക്കാൾ വലിയ ഒരു ഡൈനിങ് സ്പേസാണ് ഇത് ഉള്ളത്. ഡൈനിങ് ഏരിയയിൽ നമുക്കിവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോക്കറി യൂണിറ്റ് പോലെ, ഒരു സ്റ്റഡി ടേബിൾ പോലെയുള്ള മട്ടിവുഡിൽ ഡിസൈൻ ചെയ്ത ഒരു ഭാഗം നമുക്ക് കാണാം. ഇങ്ങോട്ട് വരുമ്പോൾ വലിയ സ്പേസാണ് ഈ ഡൈനിങ് ഏരിയ. വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ചെറിയൊരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഈ ടേബിൾ വലിയ ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ഒരു വാഷ് ബേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ, ഒരു ടവൽ റോഡ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്യൂരിയോ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. 2 സ്ക്വയർ ടൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ട് മനോഹരമാക്കിയിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കിച്ചണിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കിച്ചണാണ്. കിച്ചൺ വരുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഒരു ആർക്കി ഡ്രൈവ് പോലെ കൊടുത്തിട്ടുണ്ട്. ചെറിയ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഈ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. സെയിം ടൈപ്പ് ടൈല് തന്നെയാണ് ഈ കിച്ചണിലും നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഗ്രീൻ ഷെയ്ഡ് വരുന്ന കബോർഡിൻ്റെ ലാമിനേഷനുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളറിലുള്ളതാണ് വരുന്നത്. വലിയ കിച്ചണാണ്. കിച്ചൺ L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് വൈറ്റ് കളർ ടൈലുകളാണ്, വാൾ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലും കബോർഡുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ചെറിയൊരു ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു കിച്ചണാണ് നൽകിയിരിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പുറകുവശത്താണ്, ഈ ഭാഗത്തായിട്ടാണ് കിണർ കൊടുത്തിരിക്കുന്നത്. അതിന് ചേർന്ന് തന്നെയാണ് നമ്മുടെ വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നേരെ ഡോറ് വർക്ക് ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കൗണ്ടർ ടോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാൾ ടൈലും ഒട്ടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഷീറ്റ് വർക്കിലാണ് ഈ ഭാഗം ചെയ്തെടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഒരു ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം. 3 ബെഡ്റൂമുകളാണെങ്കിൽ പോലും വലിയ ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ ഒരു വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ്. ഒരു ഡ്രസ്സിങ് ഏരിയ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. വലിയ 3 പാളികളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ ലാമിനേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിൽ ലൈറ്റ് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കോവ് ലൈറ്റിങ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് വാഷ്റൂം സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. 2 ഡിഫറെൻറ്റ് കളറുള്ള വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ഫിനിഷാണ് വാൾ ടൈല് വരുന്നത്. അവിടെ അവസാന ഭാഗത്ത് ക്ലോസറ്റ് വരുന്നുണ്ട്. ഫ്ലോറിൽ നല്ല ഗ്രിപ്പുള്ള ടൈലുകൾ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ഭാഗത്ത് ഷവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബാത്റൂം തന്നെയാണ് ഇത്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇപ്പോൾ സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് സ്റ്റെപ്പ് വരുന്നത്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലാണ്. ഇതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സ്റ്റെപ്പിന് താഴെ അവിടെ നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് റൈസറായി ടൈലാണ് വരുന്നത്. നേരെ കയറി വരുമ്പോൾ തന്നെ മുകളിൽ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറിയാൽ അപ്പർ ലിവിങ് സ്പേസാണ്. ഇപ്പോൾ ഞാനുള്ളത് അപ്പർ ലിവിങ് സ്പേസിലാണ്. അപ്പർ ലിവിങ് സ്പേസ് 2 സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റഡി ഏരിയ പോലെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് വരുന്നത് കാണാം. അവിടെ നിന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്കും വരുന്നുണ്ട്. ഇവിടെ വലിയൊരു ഏരിയയാണ്. ലിവിങ് സ്പേസിൻ്റെ താഴെ ലിവിങ് സ്പേസിൻ്റെ മുകളിലുള്ള ഏരിയയാണിത്. ഇവിടെ നമുക്ക് TV യൂണിറ്റ്, ആ താഴെ കണ്ട അതേ TV യൂണിറ്റ് തന്നെ മുകൾ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലും അവിടെ ഒരു 2 പാളി ജനലും താഴെ ആ ലിവിങ് സ്പേസിൽ കണ്ട അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. ഇവിടെയാണ് ബെഡ്റൂം. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. അപ്പോൾ ഈ ബെഡ്റൂം കാണാം. ബെഡ്റൂം സ്പേഷ്യസ് ആണ്. നേരത്തെ കണ്ട അതേ ബെഡ്റൂം തന്നെ താഴത്തെ നിലയിൽ ഇതേ സ്പേസിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഇവിടെയാണ് വരുന്നത്. ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടുത്തെ ലാമിനേഷൻ ഷീറ്റ് ചെറിയൊരു ഗ്രൂ വരുന്ന രീതിയിലുള്ള ഭംഗിയുള്ള ഒരു ലാമിനേഷൻ ഷീറ്റാണ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ITയുടെ ഡിസൈനിലാണ് ഈ ഫൈബർ ഡോറ് നൽകിയിരിക്കുന്നത്. ബാത്റൂമിൻ്റെ സെയിം ടൈപ്പും സെയിം ടൈലുകളും ഒക്കെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ കണ്ട ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിനില്ല. ഏകദേശം ഒരു 9-10 ഒക്കെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത്. ഇവിടെ ജനലുകൾ കാണാം. 2 വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഭംഗിയുള്ള ഒരു വാർഡ്രോബ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്ര സ്പേസ് ഇല്ല. ചെറിയൊരു ബാത്റൂം മാത്രമാണ്. ഗ്ലോസി ഫിനിഷുള്ള വാൾ ടൈലുകൾ നൽകിയിട്ടുണ്ട്. ഭംഗിയൊരു ബാത്റൂം. ഇനി യൂട്ടിലിറ്റി സ്പേസ് ആണ്. യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെയാണ്. കോൺക്രീറ്റിൽ തന്നെയാണ് ഈ ഭാഗവും ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു വലിയ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഈ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ എല്ലാ സൗകര്യവും ഉൾക്കൊള്ളിച്ച ഒരു യൂട്ടിലിറ്റി സ്പേസ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലാണ്. ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. വലിയ ഒരു ഗ്ലാസ് മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ വീടിൻ്റെ എലവേഷനിൽ വരുന്ന ഭംഗിയും. ഇവിടെ നമുക്കൊരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ സിമൻറ്റ് ടെക്സ്ചർ വർക്കും നൽകിയിട്ടുണ്ട്. ചെറിയ ഫോൾ സീലിംഗ് വർക്കും വരുന്നുണ്ട്. ഭംഗിയിൽ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. 4 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രമാണ്
വീട്ടിലേക്കുള്ള ദൂരം. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരമുണ്ടാകും. അതുപോലെ തന്നെ ആലുവയിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 8 കിലോമീറ്റർ താഴെ മാത്രമാണ്. മനോഹരമായി നിർമ്മിച്ച ഈ വീടിൻ്റെ വില 78 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.